ഹലോ ഗായ്സ്, നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു കോൺ സൂപ്പാണ്. ഈ ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി എടുത്തു, അതിലേക്ക് ബട്ടർ ആഡ് ചെയ്തു. അതിനോടൊപ്പം തന്നെ കുറച്ച് ഗീയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ബട്ടർ മാത്രം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, പക്ഷെ ഞാനിപ്പോൾ രണ്ടും എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ്, അപ്പം ഞാൻ ക്യാരറ്റും ബീൻസുമാണ് എടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ക്യാരറ്റും ബീൻസും സോട്ടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കോൺ ചേർക്കണം. ക്യാരറ്റും ബീറ്റ്റൂട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ബ്രക്കോളി ചേർക്കാം, അല്ലെങ്കിൽ മഷ്റൂം ചേർക്കാം. അങ്ങനെ നമ്മുടെ ഇഷ്ടാനുസരണം അത്രയ്ക്ക് വലിയ ഫ്ലേവേഴ്സ് ഇല്ലാത്ത ടൈപ്പ് മൈൽഡായിട്ടുള്ള ഒരു ഫ്ലേവർ തരുന്ന വെജിറ്റബിൾസൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കോൺ ആഡ് ചെയ്ത് കൊടുക്കാം. കോണിൻ്റെ കുറച്ച് മാത്രമാണ് നമ്മളിപ്പോൾ ഇതിൽ ചേർക്കുന്നത്, ബാക്കി നമ്മൾക്കിതിലേക്ക് അരച്ച് ചേർക്കാനുള്ളതാണ്. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺ എടുത്ത് വെച്ചിരുന്നു, അതാണ് ഇപ്പം നമ്മൾ ചേർത്തേക്കുന്നത്. നമുക്കിത് കുറച്ച് നേരം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 2-3 മിനിറ്റ്സ് മതിയായിരിക്കും ഇങ്ങനെ മൂടി വെക്കുന്നത്. അതിനുശേഷം നമ്മൾ തുറന്നിട്ട് ഞാൻ കോൺ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോണിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയോടെ ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്താൽ മതിയായിരിക്കും. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴേക്കും നമുക്കതിലേക്ക് ചൂടുവെള്ളം ചേർക്കണം. നമ്മുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് ആ ചൂടുവെള്ളത്തിൻ്റെ അളവ് കൂട്ടാം. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ചേർക്കുന്നുണ്ട്. ചൂടുവെള്ളം ചേർത്തിട്ട് നമ്മുടെ ഉപ്പിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി ഇതിലേക്ക് കോൺഫ്ലോർ ആഡ് ചെയ്യണം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് കുറച്ച് നേരം കൂടെ നമുക്കതങ്ങനെ ചെറുതീയിൽ വേവിക്കാം. ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1 ടീസ്പൂണോളം പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്. ഇനിയും നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം.
എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും അതുപോലെ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് നല്ല ഫില്ലിങ് തരുന്നൊരു സൂപ്പാണ്. അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.